ഹായ് അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമുക്ക് സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്കത്തെ ഭക്ഷണം മഞ്ഞച്ചോറും ചിക്കനും മുളകിട്ടതുമാണ് കേട്ടോ, കേവേജ് ഉപ്പേരിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ പാർന്നെടുത്തിക്കണം. അതിലേക്ക് വെല്ലുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിക്കണം, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തിക്കണം. ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ക്യാരറ്റും ഒക്കെ ഒരുവിധം വാടി വന്നതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം പാർന്നെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം പാർന്നെടുത്തതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക പാകത്തിന്. അപ്പോൾ അതാക്കണേ ഞാൻ അളന്നിട്ടൊന്നുമില്ല കേട്ടോ, വെള്ളം സുമാറ് പാർന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേവുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കണം, അല്ലെങ്കിൽ റേഷൻ അരി ആണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ അതാ ഞാൻ നല്ല വേവുള്ള അരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഏതരിയാണെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ചെമ്പട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലാണ്ട് കുറച്ച് തോനെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ പിസിലടിച്ച് വേകുമ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വെച്ചാൽ മതി. ഏറിപ്പോയാൽ പിന്നെ ചോറ് വെന്തോയ അരി ആദ്യമാണ്. അപ്പോൾ പാകത്തിനൊക്കെ വെച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ വിരുന്തി ചോറെന്നും പിന്നെ ഇളക്കച്ചോറെന്നും മഞ്ഞച്ചോറെന്നൊക്കെ പറയും കേട്ടോ. അത് അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ മഞ്ഞച്ചോറ് എന്നാണ് പറയൽ. അപ്പോൾ അതാക്കണ ചോറൊക്കെ വെന്തിട്ടിരിക്കുന്നു, ഒരു 3-4 പിസിലോണ്ട് ചോറ് വെന്തിട്ടിരിക്കുന്നു. അപ്പോൾ അതാക്കണം അങ്ങനെ തന്നെ അവിടെ മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെയും വെന്തോ. അപ്പോൾ ഒന്ന് മൂടി പറഞ്ഞങ്ങനെയൊക്കെ ഇളക്കിയിട്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാക്കണം മഞ്ഞച്ചോറിലൊക്കെ കറിയായിട്ട് ചിക്കൻ മുളകിടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പാർന്ന് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ടോ. പിന്നെ അതാക്കണം ലേശം ചെറിയുള്ളി നല്ലോണം ചട്ടിയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വലിയുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ലേശം ചെറിയുള്ളി കൂട്ടി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വലിയുള്ളിയും കൂടിയിട്ടും ഞാൻ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടും ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം വാടി വരുന്ന വരെയായിട്ട് ഇളക്കി കൊടുക്കുക. വെല്ലുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ലേശം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കിയതിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ ഒന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം 2-3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ചിക്കൻ മുളകിടുകയാണെങ്കിലും മീൻ മുളകിടുകയാണെങ്കിലും ഒക്കെ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേഗം ഒടിഞ്ഞും കിട്ടും, നല്ല മുഴുപ്പും കിട്ടും കേട്ടോ കറിക്കൊക്കെ. അപ്പോൾ ഇതാക്കണം ഞാൻ നല്ല നാടൻ കരുവേപ്പിൻ്റെ ഇല 2 ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2-3 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി നോക്കുമ്പോൾ സൂപ്പിൻ്റെ പോരായി ഉണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലോണം ചൂടായ വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാട്ടി വെക്കുമ്പോൾ ഒക്കെ നല്ലോണം ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല തളിച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളത്തിനെക്കാട്ടി നല്ലതാണ് ഇങ്ങനെ തളിച്ച വെള്ളമോ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് ഇങ്ങനെയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടിരിക്കുന്നത്. അതിലേക്ക് ലേശം കരുവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. മല്ലിച്ചപ്പ് ഞാൻ വാങ്ങി വന്നല്ല കേട്ടോ, വേണ്ടത് പറിച്ചുകൊണ്ടുവന്നതാണ്. വാങ്ങി മല്ലിച്ചപ്പില്ലായിട്ട് ഞാൻ വേണ്ടി 2 മല്ലിച്ചപ്പിൻ്റെ ഇല പറിച്ച് ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ മുളക് ഇട്ടതൊക്കെ അയക്കണം. ഇനിയിപ്പോൾ ലേശം കേവേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം. ഇപ്പോൾ അതാ ഉപ്പേരിയിലേക്ക് ഞാൻ പച്ചമുളക് ഇങ്ങനെ മുറിച്ചിട്ടതാണ് കേട്ടോ. കടുകും കരുവേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ ഞാൻ തേങ്ങയും പച്ചമുളകും ഒന്നും ഒതുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് പച്ചമുളകും ഇട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കട്ടെ.
അപ്പോൾ ഉപ്പേരി വരുന്ന സമയം കൊണ്ട് 3-4 കഷ്ണം ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ മഞ്ഞച്ചോറും ചിക്കൻ മുളകിട്ടതും ചിക്കൻ പൊരിച്ചതും കേബേജ് ഉപ്പേരിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ദിവസം ചോറൊക്കെ വിളമ്പി തിന്ന. അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.